വെൽക്കം ടു CSCB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക, ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്, നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കടന്നു വരുന്ന മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. ഏത് വാക്കിൽ നിന്നാണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പദം വന്നത്? ഓക്കെ, ദ ടേം പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം എന്ന പദത്തിൽ നിന്നാണ് എന്ത് വന്നത്? പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്ത് വന്നത്. അപ്പോൾ അത് ലാറ്റിൻ വേർഡാണ് എന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ദ ടേം പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം. ഓക്കെ, ലാറ്റിൻ വേർഡാണെന്ന് ഓർത്തിരിക്കണം. ദ വേർഡ് പ്രിൻസിപ്പിയം മീൻസ്, അതിൻ്റെ മീനിങ് എന്താണെന്ന്? പ്രിൻസിപ്പിയത്തിൻ്റെ മീനിങ് ബേസിസ് എന്നാണ്. പ്രിൻസിപ്പിയത്തിൻ്റെ മീനിങ് എന്താണ്? ബേസിസ് എന്നാണ്. അടുത്തത്, ഡാഷ് ഈസ് എ ഗവേണിംഗ് ലോ ഓഫ് കണ്ടക്ട്. എന്താണ് ഗവേണിംഗ് ലോ ഓഫ് കണ്ടക്ട് എന്ന് വെച്ചാൽ? പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ ഈസ് ഗവേണിംഗ് ലോ ഓഫ് കണ്ടക്ട്. ഓക്കെ, ദ ടേം പ്രിൻസിപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം. ദ വേർഡ് പ്രിൻസിപ്പിയം മീൻസ് ബേസിസ്. ഡാഷ് ഈസ് എ ഗവേണിംഗ് ലോ ഓഫ് കണ്ടക്ട്. അതായത് പ്രിൻസിപ്പിൾ ഈസ് ദ ഗവേണിംഗ് ലോ ഓഫ് കണ്ടക്ട്. ഓക്കെ, ഇനി ഡാഷ് ഹാവിംഗ് ദ അതോറിറ്റി ടു മേക്ക് ചേഞ്ചസ് ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. ഡാഷ് ഹാവിംഗ് ദ അതോറിറ്റി ടു മേക്ക് ചേഞ്ചസ് ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. അറിയാലോ ICA ആണെന്ന്. ഓക്കെ, ICA ആണല്ലോ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഹാവിംഗ് ദ അതോറിറ്റി ടു മേക്ക് ചേഞ്ചസ് ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ദ ഫണ്ടമെൻ്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമിൻ ദ ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ദ ഫണ്ടമെൻ്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമിൻ ദ ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഇസ് നോൺ ആസ്, എന്താ പറയുക? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്നാണ് പറയുക. എന്താ പറയുക? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആർ ദ ഫണ്ടമെൻ്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമിൻ ദ ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. Next question, cooperative principles are universally accepted. Cooperative principles are universally accepted. Next question, cooperative principles as the way of organizing and conducting cooperative activities എന്ന കൊട്ടേഷൻ ആരുടെയാണെന്നാണ്? DJ കാർവേയുടെ ആണ് കേട്ടോ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആസ് ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. ആരുടെ കൊട്ടേഷനാണ്? DJ കാർവേയുടെ കൊട്ടേഷനാണ്. ഓക്കെ, കാർവ് ചെയ്യുക, വഴി കാർവ് ചെയ്യുക, വേ ആണല്ലോ, വേ ഓഫ്. അപ്പോൾ വേ എന്ന് വെച്ചാൽ വഴിയാണല്ലോ. വഴി കർവ്ഡ് വഴി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ആർ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ആരാണ്? അത് പറഞ്ഞത് ജോർജ് ഡാവിഡോണിക് ആണ് കേട്ടോ. എന്താ പറഞ്ഞത്? ജോർജ് ഡാവിഡോണിക് പ്രിൻസിപ്പൾസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എങ്ങനെയാണ്? ദേ ആർ ദ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഡേവിഡ് എന്ന് ആലോചിച്ചാൽ മതി. ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഡേവിഡ്, അതാണ് ജോർജ് ഡാവിഡോണിക് എന്ന് ആലോചിക്കുക കേട്ടോ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആർ ദ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഡേവിഡാണ് ഡാവിഡോണിക് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ഡാഷ് ഈസ് എ സെറ്റിൽഡ് റൂൾ ഓഫ് ആക്ഷൻ. സെറ്റിൽഡ് റൂൾ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ ഈസ് ദ സെറ്റിൽഡ് റൂൾ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തൊരു കൊട്ടേഷൻ ഉള്ളത് ICAയുടെ കൊട്ടേഷൻ തന്നെയാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആർ ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ എസെൻഷ്യൽ ആൻഡ് അബ്സല്യൂട്ട്ലി ഇൻഡിസ്പെൻസബിൾ ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പർപ്പസ് എന്ന് പറഞ്ഞത് ICA കമ്മീഷൻ തന്നെയാണ് കേട്ടോ. ഒന്നും കൂടി പറയാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആർ ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ എസെൻഷ്യൽ ആൻഡ് ആബ്സല്യൂട്ട്ലി ഇൻഡിസ്പെൻസബിൾ ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പർപ്പസ് എന്ന് പറഞ്ഞ കൊട്ടേഷൻ ആരുടെയാണ്? ICA കമ്മീഷൻ്റെ തന്നെ കൊട്ടേഷനാണത്. ഓക്കെ, ICAയുടെ കൊട്ടേഷൻ.
നെക്സ്റ്റ് വരുന്നത് ദ ഫസ്റ്റ് പേഴ്സൺസ് ഹൂ ഫോർമുലേറ്റഡ് ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂൾസ് ആൻഡ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ്. ആരാണ് ആദ്യമായിട്ട് ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂൾസ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തത് കോപ്പറേറ്റീവ് സെക്ടറിൽ? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് ആണ് അല്ലേ. ഓക്കെ, ദ ഫസ്റ്റ് പേഴ്സൺസ് ഹൂ ഫോർമുലേറ്റഡ് ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂൾസ് ആൻഡ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ ICA അഡോപ്റ്റഡ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ്? ഏത് വർഷമാണ് ICA റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത്? 1937 പാരീസ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ICA റോക്ക്ഡെയിലിൻ്റെ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ, അതായത് വിയന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ICA ഇങ്ങനെ പ്രിൻസിപ്പൽസിനെ കുറിച്ചിട്ട് ഒരു ആലോചന അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് 1930 വിയന്നയിൽ തന്നെ തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. പ്രിൻസിപ്പൽസിനെ കുറിച്ചിട്ടൊക്കെ വിയന്നയിൽ തന്നെ തീരുമാനം എടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത് 1937 പാരീസിൽ വെച്ചിട്ടാണ്. കറക്റ്റായിട്ടുള്ളൊരു ഒരു രൂപഘടനയോട് കൂടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് 1937 അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അത് നമുക്ക് ആ സ്റ്റേജസ് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡോപ്റ്റ് ചെയ്ത വർഷം 1937 പാരീസ് കോൺഗ്രസ്. പിന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആർ കംസ് ത്രൂ ഡാഷ് സ്റ്റേജസ്. എത്ര സ്റ്റേജസ് കൂടിയാണ് കടന്നു പോകുന്നത്? 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് തന്നെയാണ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ 1860 ഫസ്റ്റ് ഈ 7 പ്രിൻസിപ്പൽസ് എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പൽസ്. ഫസ്റ്റ് സ്റ്റേജ് അതാണ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞാൽ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പൽ 1860, 7 പ്രിൻസിപ്പൽസ് കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് ഏതാണ്? സെക്കൻഡ് സ്റ്റേജ് റീഫോർമുലേറ്റഡ് ആണ്. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ബൈ ICA. മൊത്തത്തിൽ 4 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാലും ICAയുടെ കേസിൽ പറയുമ്പോൾ 3 സ്റ്റേജസ് മാത്രമേ ICAയ്ക്കുള്ളൂ കേട്ടോ. മൊത്തമാണ് 4 സ്റ്റേജ്. മൊത്തം കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിൻ്റെ സ്റ്റേജസ് പറയുകയാണെങ്കിൽ 4ആണ്. പക്ഷേ ICAയുടെ ഭാഗത്ത് നിന്ന് ICAയ്ക്കുള്ള സ്റ്റേജസ് പറയുകയാണെങ്കിൽ 3 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ, അതായത് ഈ രണ്ടാമത്തെ സ്റ്റേജ് തൊട്ടിട്ടാണ് ICAയുടെ ഒരു പിന്നെ കടന്നുവരവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേജ് തൊട്ടിട്ടാണ് ICA കടന്നു വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ബൈ ICA എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് 1937 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു വർഷം. പിന്നെ ഇതിൽ തേർഡ് സ്റ്റേജ്, മൊത്തത്തിൽ എടുക്കുമ്പോൾ തേർഡ് സ്റ്റേജ് ICAയുടെ രണ്ടാമത്തെ സ്റ്റേജ്, അതാണ് സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ്, അതായത് കാർവേ പ്രിൻസിപ്പൽസ് ഒക്കെ വരണ 1966 സ്റ്റേജ്. പിന്നെ അത് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റേജ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ICAയുടെ തേർഡ് സ്റ്റേജാണ് റീഡിഫൈൻഡ് ആൻഡ് റിവൈസ്ഡ് പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞിട്ട് മാക്ഫിയേഴ്സിൻ്റെ 1995 സ്റ്റേജ്. അപ്പോൾ അങ്ങനെയാണ് മൊത്തം സ്റ്റേജസ് വരുന്നത്. അപ്പോൾ ICAയുടെ കേസിൽ 3 സ്റ്റേജാണെന്നും നമ്മുടെ CSABക്ക് ചോദിച്ചിട്ടുണ്ട്. ICAയ്ക്ക് എത്ര സ്റ്റേജാണ്? 3 സ്റ്റേജ്. ടോട്ടൽ എത്ര സ്റ്റേജ് ഉണ്ട്? 4 സ്റ്റേജ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജായ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ പഠിക്കണത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ പ്രിൻസിപ്പൽസാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സ്റ്റേജസിൽ ഉണ്ടായിരുന്നത് എന്ന് ജസ്റ്റ് നോക്കണം. ഓക്കെ, ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ കോപ്പറേറ്റീവിൻ്റെ പ്രിൻസിപ്പൽസുമായി ബന്ധപ്പെട്ടതാണ്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പും കോപ്പറേറ്റീവിൻ്റെ ഒരു പ്രൈമറി ഐഡിയ ആണ് അല്ലേ. ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ, പിന്നെ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, ഇതെല്ലാം കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 4 സ്റ്റേജസ് നമ്മൾ ഓർത്തിരിക്കണം. റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. അടുത്തത് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ICAയുടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരും. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് വരും. പിന്നെ തേർഡാണ് കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞിട്ട് തേർഡ് സ്റ്റേജും. പിന്നെ അടുത്തത് ലാസ്റ്റ് സ്റ്റേജാണ് പ്രിൻസിപ്പൽസ് ഓഫ് ICA 1995 ഫോർത്ത് സ്റ്റേജ് ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള റോക്ക്ഡെയിൽ പൈനിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൂൾവിക് ആൻഡ് ചാൻറ്റേൺ എന്ന് പറഞ്ഞിട്ട്, വൂൾവിക് ആൻഡ് ചാൻറ്റേൺ 1760, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയില്ല. വൂൾവിക് ഓക്കെയാണ്. പിന്നെ CHATON ആണ് കേട്ടോ സ്പെല്ലിങ് വരുന്നത്. 1760 ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു സക്സസ്ഫുൾ സൊസൈറ്റി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റോക്ക്ഡെയിൽ തന്നെയാണ് അല്ലേ. സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക്ഡെയിൽ തന്നെയാണ്. പക്ഷേ ഈ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെയിം ഇൻ ടു ബീയിങ് 1760 ഒന്ന് ഓർത്തിരിക്കുക. സെറ്റപ്പ് ചെയ്തത് വൂൾവിക് ആൻഡ് ചാൻറ്റേൺ എന്നാണോ എന്നറിയില്ല, CHATON കേട്ടോ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ. തകർന്നു, അതുകൊണ്ട് എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എത്ര പ്രിൻസിപ്പൽസാണ്, ഈ പ്രിൻസിപ്പൽസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിപ്പോവാം കേട്ടോ. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പൽസിനെ കുറിച്ച് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ 7 പ്രിൻസിപ്പൽസ്, ചില ബുക്കിൽ 7 കാണുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഡിഗ്രിയുടെ ബുക്കൊക്കെ 8 പ്രിൻസിപ്പൽസ് ഉണ്ട് കേട്ടോ. കാരണം സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി ബുക്കിലൊക്കെ കാണുന്നുണ്ട്. ഓപ്പൺ മെമ്പർഷിപ്പാണ് ഫസ്റ്റ്. അപ്പോൾ എന്താണ് ഓപ്പൺ മെമ്പർഷിപ്പ്? മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ ദോസ് ഹൂ ബിലോങ്സ് ടു ദ ഏരിയ ഹൂ നീഡ് ദയർ സർവീസ്. അതാണ് ഓപ്പൺ മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ ദോസ് ഹൂ ബിലോങ്സ് ടു ദ ഏരിയ ഹൂ നീഡ് ദെയർ സർവീസ്. അവരുടെ സർവീസ് ആവശ്യമായ എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളൊരു മെമ്പർഷിപ്പ്. പിന്നെ അടുത്തത് ഡെമോക്രാറ്റിക് കൺട്രോളാണ് പറയണത്. സെക്കൻഡ് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രോളാണ്. മാനേജ്മെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ബീയിങ് ഡൺ ഡെമോക്രാറ്റിക്കലി ആണ് നടത്തുക ത്രൂ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൽസ് ആൻഡ് ദ എലക്റ്റഡ് ബോഡി കൺട്രോൾസ് ദ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ നിയന്ത്രിക്കുന്നത് ഡേ ടു ഡേ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്റ്റഡ് ബോഡി ആയിരിക്കും. അടുത്തത് പറയുന്നത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റലാണ്. വളരെ ഓൺലി ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമേ പ്രൊവൈഡ് ചെയ്തിരുന്നുള്ളൂ. പിന്നെ പാട്രോണേജ് ഡിവിഡൻഡ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു. പാട്രോണേജ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആരുടെ പ്രിൻസിപ്പൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പൽസ് ആണ്. കേൾക്കാത്ത പദമായ കാരണം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പാട്രോണേജ് ഡിവിഡൻഡ് അറിയുണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് മറന്നുപോകും. അപ്പോൾ അത് രണ്ടും പഠിച്ചു വയ്ക്കുക. പാട്രോണേജ് ഡിവിഡൻഡും ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പാട്രണേജ് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺ ഇക്വിറ്റബിൾ മാനർ ആയിരിക്കും. നോബഡി ഗെറ്റ് സ്പെഷ്യൽ പ്രിവിലേജ് ഓൺ അക്കൗണ്ട് ഓഫ് ഹൈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഞാൻ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് എനിക്ക് എന്തില്ല, കൂടുതലായിട്ടുള്ള അവർ ആ സൊസൈറ്റിയിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ് അനുസരിച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ ഇക്വിറ്റബിൾ മാനർ. നോബഡി ഗെറ്റ് സ്പെഷ്യൽ പ്രിവിലേജ് ഓൺ അക്കൗണ്ട് ഓഫ് ഹൈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ക്യാഷ് ട്രേഡിംഗ് പ്രധാനപ്പെട്ട ഒന്നാണ്. ദേ ഡിസൈഡഡ് ടു സെൽ ഗുഡ്സ് ഓൺലി ഓൺ ക്യാഷ് ആൻഡ് നോ ക്രെഡിറ്റ് വാസ് അലൗഡ്. ക്യാഷിന് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ, ക്രെഡിറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ദേ ഗേവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. അവിടെ പൊളിറ്റിക്സ് ഒന്നുമില്ല, എല്ലാവർക്കും ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്, സോ ദേ എക്സ്റ്റെൻഡഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ടു ഓൾ. എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ പറയുന്നത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് ആണ്. സെല്ലിംഗ് ഓഫ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസസ്, അതായിരുന്നു അവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പൽസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ പ്രിൻസിപ്പൽസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ചിലതിൽ 7 കാണാനുണ്ട് കേട്ടോ. അതായത് ഈ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് കാണാനില്ല ചില പുസ്തകങ്ങളിൽ. പക്ഷേ ഡിഗ്രിയുടെ ബുക്കിൽ, അതായത് ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ബുക്കിലും റോക്ക്ഡെയിൽ പൈനിയേഴ്സിന് ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. അതായത് ലാസ്റ്റത്തെ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ്സും നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുകയാണെങ്കിൽ പിന്നെ തൊട്ടിട്ടുള്ളത് ICAയുടെ പ്രിൻസിപ്പൽസാണ് പിന്നെ കടന്നു വരുന്നതൊക്കെ. പിന്നെ ICAയുടെ പ്രിൻസിപ്പൽസാണ്. പിന്നെ ICAയുടെ കടന്നുവരവുണ്ട്. ICA അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട് കമ്മിറ്റീസിന്. അപ്പോൾ പിന്നെ വിയന്ന കോൺഗ്രസ്, അതായത് 1930 വിയന്ന കോൺഗ്രസ്സിൽ ഈ ഒരു പ്രിൻസിപ്പൽസിനെ കുറിച്ചിട്ടുള്ള ഒരു കൂടിയാലോചന പിന്നെ യോഗത്തിൽ ചർച്ച വരികയും നമുക്കൊരു കമ്മിറ്റീനെ നിയമിക്കാം എന്ന് തീരുമാനം എടുക്കുകയും ചെയ്യാണ് കേട്ടോ. അങ്ങനെയാണ് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുന്നത്. വിയന്നയിൽ വെച്ചിട്ടാണ് ആദ്യം കൂടിയാലോചിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസ് അഡോപ്റ്റ് ചെയ്യുന്നത് 1937 പാരീസിലാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തന്നെ ICA പുട്ട് ഫോർവേഡ് 1930 വിയന്ന കോൺഗ്രസ്സിൽ പുട്ട് ഫോർവേഡ് ദ നീഡ് ടു അപ്പോയിൻറ്റ് എ കമ്മിറ്റി
ടു എക്സാമിൻ ദ പോസിബിലിറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസ് ആസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്. അതാണ് അതിൻ്റെ അപ്ലിക്കബിലിറ്റി. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിൻ്റെ അപ്ലിക്കബിലിറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ICAയുടെ മുമ്പിൽ വരുന്നത് ഏത് കോൺഗ്രസ്സിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 വിയന്ന കോൺഗ്രസ്സിലാണ് എന്നതാണ് ഉത്തരം. ഓക്കെ, എങ്ങനെ ICAയുടെ അപ്ലിക്കബിലിറ്റി അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസ് ആസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്ന ഒരു തീരുമാനം വന്നത് ആദ്യമായിട്ട് വിയന്നയിൽ വെച്ചിട്ടാണ് 1930. പക്ഷേ അപ്പോൾ ഒരു കമ്മിറ്റീനെ ഒന്നും അപ്പോയിൻറ്റ് ചെയ്തില്ല. അപ്പോൾ ഒരു ചർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീഡ് ടു അപ്പോയിൻ്റ് എ കമ്മിറ്റി എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു കമ്മിറ്റീനെ തിരഞ്ഞെടുക്കുകയോ അപ്പോയിൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം 1934 ആണ് എന്തുണ്ടായത്, കമ്മിറ്റീനെ നിയമിക്കുന്നത് കേട്ടോ. 1934 കമ്മിറ്റീനെ നിയമിക്കുകയാണ്. ICA അപ്പോയിൻ്റ് എ കമ്മിറ്റി ടു സ്റ്റഡി എബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് 1934 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 1934 ലണ്ടനാണ് കേട്ടോ. ലണ്ടനിൽ വെച്ചിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ റിവ്യൂ ചെയ്യാൻ ഒരു കമ്മിറ്റിയായി, കമ്മിറ്റീനെ ഏൽപ്പിച്ചുല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കമ്മിറ്റി നോക്കിക്കോളൂല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ കമ്മിറ്റി റിവ്യൂ ചെയ്യാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആർ റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ICA കോൺഗ്രസ് അറ്റ് പാരീസ് ഇൻ 1937. അങ്ങനെ 34 കമ്മിറ്റീനെ വെച്ചു. ഏത് കോൺഗ്രസ്? ലണ്ടൻ കോൺഗ്രസ് കേട്ടോ. 1934 ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ട് തീരുമാനം ഉണ്ടായി, അവരെ ഏൽപ്പിച്ചു. പിന്നെ അവർ റിവ്യൂ ചെയ്തു, അവരെ അമെൻഡ് ചെയ്തു. പുതിയ പ്രിൻസിപ്പൽസ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പ്രസൻറ്റ് ചെയ്തതാണ് 1937 പാരീസ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ കോൺഗ്രസ്സുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത് 1934 to 37 തന്നെ പഠിക്കണം. എങ്ങനെ പഠിക്കുക? 1934 to 37 എന്ന് പഠിക്കുക. 34 ലണ്ടൻ എന്നും 37 പാരീസ് എന്നും പഠിക്കുക. LP എന്നോ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. LP ലണ്ടൻ ഫസ്റ്റ് വന്നു, മാറാതിരിക്കാൻ 37 P പാരീസ് വന്നു. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ തീരുമാനമായി. അങ്ങനെയുള്ള വന്ന പ്രിൻസിപ്പൽസാണ് ഈ ഒരു എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ളത്. 7 പ്രിൻസിപ്പൽസോട് കൂടിയിട്ട് എസെൻഷ്യൽ. അങ്ങനെ 1937 ICA അഡോപ്റ്റ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസ് ആസ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ഇൻ പാരീസ് കോൺഗ്രസ് ഓഫ് ICA. ദേ ആർ കാറ്റഗറൈസ്ഡ് ആസ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പൽസ്. അപ്പോൾ ഈ കാണപ്പെടുന്ന ഈ ഒരു പ്രിൻസിപ്പൽസ് ആണ് അവരന്ന് രൂപകൽപ്പന ചെയ്ത പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ ഓർ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 4 കൊടുത്തു. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പേയ്മെൻറ്റ് ഓഫ് പാട്രണേജ് ഡിവിഡൻറ്റിന്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് പറഞ്ഞൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ എന്തു കഴിഞ്ഞു? എസെൻഷ്യൽ കഴിഞ്ഞു. എസെൻഷ്യൽ മാത്രം പഠിച്ചാൽ പോരാ, ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞ വാക്കുകൂടി പഠിക്കണം. ഓക്കെ, അടുത്ത ഒരു സെക്ഷനിൽ പിന്നെ ബാക്കി വരുന്നത് നോൺ എസെൻഷ്യൽ എന്നും സെക്കൻഡറി ഓർ ഓപ്ഷണൽ പ്രിൻസിപ്പൾ എന്നും പറഞ്ഞിട്ട് ക്യാഷ് ട്രേഡിങ്ങും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗമായി. അങ്ങനെ അതായത് നമ്മുടെ അൺഅഡൾട്ടേഡ് അത് വരുന്നില്ല കേട്ടോ, അതില്ലാതെയാണ് വന്നത്. അപ്പോൾ എസെൻഷ്യൽ ഓർ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പൽസ് ആദ്യത്തെ 4, രണ്ടാമത്തത് ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെ 7 പ്രിൻസിപ്പൽസോട് കൂടിയിട്ട് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് 1937 നിലവിൽ വരികയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് 3rd, 4th പഠിക്കണം കേട്ടോ. 3rd, 4th പഠിക്കണം, നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉറപ്പിച്ചു പോവാം. അപ്പോൾ ഇവിടെ കുറച്ച് വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് റോക്ക്ഡെയിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, അറിയാം. റോക്ക്ഡെയിൽ 1860 മാത്രമല്ലേ പഠിക്കാനുള്ളൂ, അതുകൊണ്ട് ഓർമ്മയുണ്ടാവും. ഇവിടെയാണ് പഠിക്കേണ്ടത്. അതായത് ഈ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ബൈ ICA ആണ് പഠിക്കേണ്ടത്. ഇവിടെ പഠിക്കേണ്ട വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു 1930 വിയന്ന കോൺഗ്രസ്, അത് ഓർത്തിരിക്കുക. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ICA പുട്ട് ഫോർവേഡ് ദ നീഡ് ടു അപ്പോയിൻ്റ് എ കമ്മിറ്റി ടു എക്സാമിൻ ഒരു അപ്ലിക്കബിലിറ്റി, അതായത് അപ്ലിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസ് ആസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിനെ, അതായത് നമ്മുടെ ICA പ്രിൻസിപ്പൽസിനെ
കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആയിട്ട് അപ്ലിക്കബിൾ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു കമ്മിറ്റി വേണമെന്ന ആശയം ആദ്യമായി അവരെ മുമ്പിൽ വന്ന കമ്മിറ്റി എന്നാണ് വിയന്നയിൽ 1930. അന്ന് കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് 1934 LP ആലോചിക്കുക കേട്ടോ, ലണ്ടനിൽ വെച്ചിട്ട് കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്യുന്നു. 37 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അത് P ആണ്, LPയിൽ പാരീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ ഭാഗം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 37 ICA അഡോപ്റ്റ് ചെയ്തു റോക്ക്ഡെയിൽ പ്രിൻസിപ്പൽസ് ആസ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ഇൻ പാരീസ് കോൺഗ്രസ് ഓഫ് ICA. ദേ ആർ കാറ്റഗറൈസ്ഡ് ആസ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. എസെൻഷ്യലിൻ്റെ പേര് പഠിക്കണം, ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പൾസ് എന്നും, നോൺ എസെൻഷ്യലിനെ സെക്കൻഡറി ഓപ്ഷണൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഘട്ടം ഇതാണ് നമ്മുടെ. ഇനി അടുത്തത് ഉള്ളത് 2 ഘട്ടം കൂടി ഉണ്ട് നമുക്ക് കേട്ടോ. 3rd സ്റ്റേജും 4th സ്റ്റേജും ഉണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗമായിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.